ഇന്ന് മാങ്ങയിട്ട് തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാം. നെയ്ച്ചാളയാണ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. 20 എണ്ണമുണ്ട്. നെയ്ച്ചാള എന്ന് പറയുമ്പോൾ അകത്ത് മുട്ടയുള്ള ചാളമീൻ. നെയ് മത്തി എന്നും ഇതിനെ പറയാറുണ്ട്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവുള്ള മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉലുവാപ്പൊടി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ്, ചൈനീസ് വെളുത്തുള്ളി. ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കരുത്. ഇനി ഇതെല്ലാം നല്ല മഷി പോലെ അരച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇടാം. ഇനി ചിരകിയ തേങ്ങ ഇടാം. മിക്സിയുടെ സെക്കൻഡ് ജാറിലാണ് ഞാനിത് അരയ്ക്കുന്നത്. ഇനി എടുത്തിരിക്കുന്ന പൊടികളെല്ലാം അതിലേക്ക് ചേർക്കാം. പച്ചമുളക് അരച്ച് ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പ് കൂടി ചേർക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് ഇത്രയും മതി, അല്ലെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. വെള്ളം കൂടിയാൽ തേങ്ങ അരയത്തില്ല. ഇനി നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതേമാതിരി. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. 3 പച്ചമുളക് അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഈ 3 എണ്ണം എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ സ്കിൻ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. മാങ്ങയുടെ പുളി അനുസരിച്ചാണ് എന്തോരം വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇനി കറിച്ചട്ടിയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പച്ചമാങ്ങയും ഇടാം. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിക്കാം. അരപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇതിലേക്ക് വീഴത്തില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് തന്നെ ഒഴിക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം വേണ്ടി വരും. ഈ മിക്സിയുടെ ലിഡിലുള്ള അരപ്പ് കൂടി കലക്കിയെടുക്കണം. അങ്ങനെ അതെല്ലാം കലക്കി ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, എന്നാലേ നമുക്ക് പാകത്തിന് ഗ്രേവി ഉണ്ടാവുകയുള്ളൂ. ഇനി കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഗ്രേവി തിളച്ചു തുടങ്ങിയതിനു ശേഷം മാത്രമേ മീൻ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അതിൻ്റെ സ്പേസിംഗ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. 10 മിനിറ്റാണ് ഇത് വേവിക്കേണ്ടത്. 3 മിനിറ്റിന് ശേഷം അടച്ചു വയ്ക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ചട്ടി ചുറ്റിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. മീൻ വേകുകയും ചെയ്തു. കറിക്കൊരു കൊഴുപ്പും കിട്ടിയിട്ടുണ്ട്. ചട്ടി ഒന്നുകൂടി ചുറ്റിച്ചിട്ട് വെക്കുകയാണ്. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം മാത്രമേ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും മൂപ്പിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളിക്കത്തും. വറവ് എണ്ണയോടുകൂടി കറിയിലേക്ക് ഒഴിക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ മാങ്ങയിട്ട മീൻകറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.